സാറേ അവൻ നല്ല വെള്ളാട്ടോ. അവിടെ കിടക്ക്. എന്തൊരു ഇതൊന്ന് പിടിച്ച സാറേ, ഒരു മിനിറ്റ് സാറേ. സാറിന് എന്നെ മനസ്സിലായോ? നീ ആ യോഗ മാസ്റ്ററുകളുടെ പോയാളുടെ ഭർത്താവല്ലേ? അതെ, അവളുള്ള സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് സാറേ. നീ എന്തിനാണ് അവളുടെ കൂടെ പറയാൻ നടക്കുന്നത്? അവള് വല്ലോന്റെ കൂടെ പോയതല്ലേ? അവള് വല്ലോന്റെ കൂടെ പോയതല്ല സാറേ, അവളുടെ ട്രാപ്പിൽ പെടുത്തിയിട്ടുള്ളതാ. അവിടെ യോഗയൊന്നല്ല നടക്കണേ. അവിടെ നടക്കണേ എന്താന്ന് സാറിന് അറിയോ? അവിടെ മയക്കുമരുന്നിന്റെ കച്ചവടം സാറേ നടക്കണേ. സാർ ഇപ്പൊ പോവുകയാണെങ്കിൽ അവരെ കൈയോടെ പിടിക്കാം. ഇതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട, അതങ്ങ് കേരള പോലീസ് എടുത്തോളി. നീ എവിടെയാന്ന് വെച്ചാ പറ. സാറ് പോണെങ്കിൽ ഇപ്പൊ ബീച്ച് പരിസരത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരെ കൈയോടെ പൊക്കാം. എന്താ വെച്ചാ സാറ് തീരുമാനിച്ചോ. നീ വെക്കോ, ഞങ്ങൾ ഓക്കെ സാർ, ശരി. വണ്ടി എടുക്ക്. സാർ സകല തരത്ത് വണ്ടി കയറ്റും. എന്താ സാറേ? ഒരു കാര്യം പറയാണ്ട്. എന്തിനാ സാറേ? ഇങ്ങോട്ട് വാടാ. വരൂ, കയറിയിരിക്കൂ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യൂ. മനസ്സിലായില്ല, എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? മനസ്സിലാക്കി തരാം. സാറേ, ഇവരെ ഞങ്ങളെ ചതിക്കായിരുന്നു സാറേ. സാറേ ഞങ്ങളെ രക്ഷിക്ക് സാറേ. ഇവരെല്ലാം പിടിച്ച് വണ്ടി കയറ്റ്. മതി, ഇയാളെയും കയറ്റ്. നടക്ക്. തളരല്ല സാറേ, ഞാൻ കയറിക്കോളാം. അതെ, ഇവിടെ വിട്ട് പോയില്ലട്ടോ. പത്രോസ് വരാന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി? തിരക്കിലായിരിക്കും അല്ലേ? സാറേ, സത്യം പറഞ്ഞ അച്ഛനെ ഈ പണിക്ക് വിളിച്ചപ്പോ ഞാൻ വരില്ലായിരുന്നു.
ഇതൊരു പ്രേതാലയ സാറേ. പ്രേതാലയോ? പിന്നെ സാറന്മാരാണെന്ന് അറിഞ്ഞപ്പോ എൻ്റെ ഉള്ളൊരു ധൈര്യം കിട്ടി. ഓ, ആ പെണ്ണിന്റെ കിടപ്പ് കണ്ട സഹിക്കൂല സാറേ. പിന്നെ പാവങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല സാറേ. പോലീസ് നായ വന്ന് മണം പിടിച്ച് ആ പുഴക്കര വരെ ഓടിയെത്തി. എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് തിരിച്ചോടി. അതിന് ക്ഷീണം കാണത്തില്ലേ സാറേ? അങ്ങനെ എത്ര കേസുകളാ തെളിയിക്കാതെ കിടക്കുന്നത്. പോലീസിനെ വെല്ലുന്ന ക്രിമിനലുകളുള്ള കാലമായിപ്പം. എന്നാ അവരെയൊക്കെ പോലീസിലെടുത്തുകൂടാ സാറേ? ഭരതനെ എങ്ങനെയാണോ എടുത്തേ? അല്ല, ഏയ് അതേറിപ്പോ ആ കോഴി വരുന്നുണ്ട്. എന്താ മത്തായി, ഇന്ന് സ്റ്റേഷനൊന്നും പോയില്ലേ? ഇല്ല, നമ്മൾ ക്രിസ്ത്യാനികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോ പറയുന്ന ഒരു വാക്കുണ്ട്, അതൊക്കെ മറന്നുപോയോ? അത് അച്ഛനെ കാണുമ്പോ അങ്ങ് മറന്നു പോകും. മറവി മനുഷ്യനെ മയക്കുന്ന ഒരു മരുന്നാ, അറിയോ? വന്നേ, ഈ അച്ഛനൊരു ഊളാന്ന് കരുതിയോ? നീ പോലീസ് സ്റ്റേഷൻ പറപ്പിക്കുന്ന ആളാണെങ്കിൽ ഞാൻ സഭയെ പറപ്പിക്കുന്ന ആളാ, അറിയോ? തന്നെ ട്രേസ കൊച്ചെന്തേ പന്നിയരച്ച് ശങ്ക കുടുങ്ങി ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക. എന്തേ? ആ, എന്താ മത്തായി ഒരു വശപ്രസയൊക്കെ പോലെ? അതെ, ഈ പോലീസുകാരെല്ലാം കൂടി അച്ഛന്മാരെ കുരിശത്തിറക്കല്ലേ, അത് സഭ പൊറുക്കിയല്ല. ഞാൻ ഇച്ചിരി വീഞ്ഞു കുടിച്ചിട്ട് വരാം. ഓർത്തമാര് പഠിച്ചോട്ടെ ഇറങ്ങിക്കോളൂ. മോനെ വിനു, വീട്ടിൽ 2 വനിതകൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് തിരുവാൻ കാണിച്ചാ? പെണ്ണിനേക്കാളും എനിക്കിഷ്ടം ദാ ഇങ്ങനെ 2 പുക അകത്തോട്ട് വിട്ട് സ്വർഗത്തിലേക്ക് പറന്നു പോകുന്നതാ. ലഹരി തോന്നിയ ഒരു പെണ്ണിനോട് മാത്രം, റോസ്മേരിയോട്. അവളുടെ പിന്നാലെ നീ കൊറേ നടന്നല്ലേ, എന്നിട്ട് അവസാനം എന്തായി? എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ അവിടെ ശല്യപ്പെടുത്താൻ നോക്കിയ കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം. നീയാണ് റോസ്മേരിയെ കൊന്നത്. മിണ്ടിപ്പോരുത് പന്നിയുടെ മോനെ, കൊന്നുകളയും ഞാൻ. പിന്നെ എല്ലാം കൂടെ എത്രയായി? 20 രൂപ. എത്ര? 20 രൂപ. എന്നാ പിടി. ആ, സാറേ, ഓരോ ദിവസം ചെല്ലും തോറും പേടി കൂടി വരുക. അധിക നാൾ ഇവിടെ നിന്ന ആ ചത്തുപോയ പെണ്ണുപിള്ളയുടെ ആത്മാവ് എൻ്റെ പിള്ളേരെ അനാഥമാക്കും. എല്ലാത്തിനും ഒരു ചോര മണമാണ് സാറേ. സാറേ, നമുക്ക് ഈ പള്ളിയിലച്ഛനെ കൊണ്ടുവന്നൊന്ന് വെഞ്ചാമരം വീശിച്ചാലോ? വെഞ്ചാമരോ? ആ, അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ഈ പുകയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് പനിനീരൊക്കെ ഇങ്ങനെ തളിക്കുന്ന. ഓ, വെഞ്ചരിപ്പ്. ആ, അത് തന്നെ. നമുക്കേ ആ അടുക്കള ഒന്ന് ശരിയാക്കി എടുത്താ വല്ലപ്പോഴും ഇച്ചിരി കട്ടൻ ചായ ഇട്ട് കുടിക്കാടൂ. അയ്യോ, അത് തുറക്കൊന്നും വേണ്ട സാറേ. അവിടെ കിടന്നാണ് ആ പെണ്ണുമ്പിള്ള എത്തത്. അവിടെ വെച്ച് കട്ടൻ ചായ ഇട്ടാലേ കട്ടൻ ചായക്ക് ചോരയുടെ മണം വരും.